أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحبة، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون منيبين إليه واتقوا وأقيموا الصلاة ولا تكونوا من المشركين من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ മനസ്സിനുള്ള പങ്ക് വളരെ വലുതാണ്. ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിനാണ് ഏറ്റവും വലിയ പങ്കുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സ് എന്ന് പറയുമ്പോൾ സത്ത, വ്യക്തിസത്ത എന്നർത്ഥമാണ് അതുകൊണ്ട് ഉൾക്കൊള്ളുന്നത്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മാത്രം കുടികൊള്ളുന്ന ഒരു സംഗതിയല്ല മനസ്സ്. ഈ മനസ്സിന് വെളിച്ചം നൽകാനാണ്, അതായത് നഫ്സ് എന്ന് ഖുർആൻ പറഞ്ഞ അതിന് വെളിച്ചം നൽകാനാണ് റൂഹ്. ഈ നഫ്സും റൂഹും പദാർത്ഥങ്ങളല്ലാത്തത് കൊണ്ട് പ്രകടമാക്കാൻ അതിനൊരു ശരീരം ആവശ്യം. ശരീരത്തെ കൊണ്ടു നടക്കാനാണ് ഹയാത്ത്, ജീവൻ, ജീവിതം എന്ന് രണ്ടും. ഹയാത്ത്, ലൈഫ് എന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ തന്നെയാണ്. മലയാളത്തിലെ രണ്ട് വാക്കുകളാണ്, ജീവിതവും ജീവനും. അപ്പം ഈ ശരീരം യഥാർത്ഥത്തിൽ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണ്, അത് തന്നെ എനർജിയിൽ നിന്നുണ്ടായതാണ്. മനസ്സ് വസ്തുവല്ല, ജീവനും വസ്തുവല്ല, അതുപോലെ ആത്മാവും വസ്തുവല്ല. ആത്മാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വന്തം, അത് നമുക്ക് തൽക്കാലം ഒന്ന് ഊതി തന്നതാണ്. അപ്പം നമുക്ക് നമ്മുടേതെന്ന് പറയാനുള്ളത് നഫ്സാണ്. ഈ നഫ്സുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. തിരിച്ച് പോകുമ്പോഴും അങ്ങനെ തന്നെ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ്യ. അങ്ങനെയാണ് തിരിച്ചു പോകുമ്പോൾ അല്ലാഹു തആല പറയാം. ശാന്തഗതി പ്രാപിച്ച മനസ്സ്, ആത്മാവ് എന്ന് ചില ആളുകൾ മലയാളത്തിൽ പറയാറുണ്ടെങ്കിൽ നഫ്സ് എന്ന പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. നമ്മൾ റൂഹ് പോയി എന്നൊക്കെ സാധാരണ പറയാറുണ്ട്, പക്ഷെ അത് നഫ്സാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമത് ഫീ മനാമിഹാ. ഉറക്കത്തിലും മരണത്തിലും അല്ലാഹു തആല നമ്മുടെ നഫ്സിനെ അങ്ങ് പിടിച്ചെടുക്കുന്നു. അപ്പോൾ നഫ്സിലാണ് ഈ ബോധം നിലനിൽക്കുന്നത്. നഫ്സിന്റെ അടിസ്ഥാന പ്രകൃതം എന്താണ്? അതായത് മനുഷ്യ മനസ്സിന്റെ, മലയാളത്തിൽ പറഞ്ഞ മനസ്സ് തൽക്കാലം പറയാം. മനസ്സിന്റെ അടിസ്ഥാന പ്രകൃതം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ലോകത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അറിയപ്പെടുന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, പ്രത്യേകിച്ച് മനഃശാസ്ത്രജ്ഞന്മാരും തത്വശാസ്ത്രജ്ഞന്മാരും, സൈക്കോളജിസ്റ്റുകളും ഫിലോസഫേഴ്സും എന്ന് പറയാം. ഭൗതിക ശാസ്ത്രകാരന്മാരെക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ പഠിച്ചിട്ടുള്ള, ഭൗതികം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് പഠിച്ച ആളുകളെക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് തത്വശാസ്ത്രജ്ഞന്മാരാണ്, അതുപോലെ മനഃശാസ്ത്രജ്ഞന്മാരാണ്. ഇപ്പോൾ നഫ്സ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനൊരു അടിസ്ഥാന സ്വഭാവം ഉണ്ട്, ഒരു ബേസിക് നേച്ചർ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ നേച്ചർ.
അടിസ്ഥാന സ്വഭാവം എന്താണ്? ഒരുപാട് ഗവേഷണമൊക്കെ നടത്തിയിട്ട് കുറേ ആൾക്കാർ 3 അഭിപ്രായമാണ് അതിലുള്ളത്. കുറേ ആൾക്കാർ പറയുന്നത് നഫ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സ് അതിൻ്റെ അടിസ്ഥാന പ്രകൃതം നന്മയാണ്, തിന്മ സാഹചര്യത്തിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണ്. അപ്പം അടിസ്ഥാന പ്രകൃതം നന്മയാണ് ഒരു കൂട്ടർ. വേറൊരു കൂട്ടർ പറയുന്നതല്ല, രൗദ്രഭാവമുള്ള തിന്മയാണ്. പിന്നെ അവന് നന്മയിലേക്ക് വരികയാണ്. കാരണം ഒരു കാട്ടാളത്തെ മൃഗസ്വഭാവമാണ് അവനുള്ളത്. അത് പിന്നെ അവന് സംസ്കാര സമ്പന്നനെ തസ്കിയത്ത് നടത്തിയിട്ട് നന്മയാക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടർ. വേറൊരു കൂട്ടർ പറയുന്നത് നന്മയുമില്ല തിന്മയില്ല, ശുഭ്രമാണ്, പ്ലെയിനാണ്. ആധുനിക യൂറോപ്പ് അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഏതാണ്ട് 90-95% തത്വശാസ്ത്രജ്ഞന്മാരും പ്രചരിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും പറയുന്നതും മനുഷ്യ മനസ്സ് ശുഭ്രമാണ്. കേട്ടാൽ നല്ല രസമാണ് കേൾക്കാൻ. അതിൽ നന്മയില്ല തിന്മയില്ല. നന്മ ഉണ്ടാക്കി കൊടുത്താൽ നന്മയിലേക്ക് പോകും, തിന്മ ഉണ്ടാക്കി കൊടുത്താൽ തിന്മയിലേക്ക് പോകും. നമുക്ക് എങ്ങോട്ടും തിരിയാം. അങ്ങനെ വളരെ ശുഭ്രമായിട്ടാണ്, പ്ലെയിൻ ആയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. ഇതൊരു വെസ്റ്റേൺ തോട്ടാണ്, അത് പാശ്ചാത്യ ചിന്തയാണ്. ഈ പാശ്ചാത്യ ചിന്ത അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം ലോകത്തെ പല മുഫസ്സിറുകളും പല ഇസ്ലാമിക പണ്ഡിതന്മാരും അതിങ്ങനെ ഏറ്റുപറയുകയും എഴുതുകയും അതിനെ സംബന്ധിച്ച് ലോകത്ത് ഒരുപാട് സെമിനാറുകളും സംഭവങ്ങളും നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇസ്ലാമിന് അള്ളാഹുവിന് പറയാനുള്ളത് വ്യത്യസ്തമായ മറ്റൊരു സംഗതിയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അതാണ് ഒന്നാമത്തെ സംഗതി. മനുഷ്യനെ നാം സൃഷ്ടിച്ചത് ബെസ്റ്റ് മോൾഡ് എന്നാണ് പറയുന്നത്. അഹ്സനി തഖ്വീം, നല്ല ശരീരത്തോടുകൂടി എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു നല്ല ഏറ്റവും ഉത്തമമായ പ്രകൃതത്തോടു കൂടിയാണ്, സൃഷ്ടിപ്പോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ പ്രകൃതത്തെക്കുറിച്ച് ഫിത്രത്ത് എന്നാണ് പറയുന്നത്. ഫിത്രത്ത് അതായത് നേച്ചർ, അടിസ്ഥാന സ്വഭാവം. ആ ഫിത്രത്ത് എന്താണ് എന്ന് അല്ലാഹു തആല യാതൊരു അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വിവരിക്കുന്നുമുണ്ട്. പല പ്രാവശ്യം സൂചിപ്പിച്ച് വേറെ പല ആവശ്യങ്ങൾക്കും അതേ ആയത്ത് തന്നെ ഈ ആവശ്യത്തിനും സൂചിപ്പിക്കുന്നു. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അപ്പൊ നഫ്സിന്, ആദമിനെ സൃഷ്ടിച്ച് നഫ്സ് ഉണ്ടാക്കിയതിനു ശേഷം തിരിച്ചറിവ് നൽകി. ആദമിന് എല്ലാത്തിൻ്റെയും പേരുകൾ പഠിപ്പിച്ചു എന്നാണ് നമ്മൾ പണ്ടുള്ള തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് മാത്രമല്ല, ഐഡന്റിഫിക്കേഷൻ കപ്പാസിറ്റി എന്നുള്ളതാണ്. അതായത് തിരിച്ചറിവിനുള്ള കഴിവ് ആദമിന്റെ മനസ്സിൽ ഇംപ്ലാന്റ് ചെയ്തു. പല പ്രാവശ്യം ഉദാഹരണ സഹിതം പറഞ്ഞു, കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടാവും. ഹാർഡ് ഡിസ്ക് ഇല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ എന്ന പ്രയോജനം ചെയ്യുകയില്ല. എല്ലാത്തിനും ഉണ്ടാവും അതിൻ്റെതായ ഒരു സത്ത. ഇപ്പം നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ഇവിടെ ഇപ്പം ലൈറ്റ് എനർജി ആയിട്ടും മെക്കാനിക്കൽ എനർജി ആയിട്ടും ഒക്കെ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ സ്വഭാവമുണ്ട്. ഇപ്പം നമ്മൾ പൂച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ചിത്രം കിട്ടും. എന്തൊക്കെയാണ് അതിൻ്റെ സ്വഭാവം? പട്ടി എന്ന് പറഞ്ഞാൽ, വാഴ എന്ന് പറഞ്ഞാൽ, ചോറ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ എല്ലാത്തിനെയും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നിസ്സാരമാണ് ഈ സംഗതി. നമ്മൾ ചിന്തിക്കാതിരുന്നാൽ, ചിന്തിച്ചാൽ അത് ഗംഭീരവും. ഓരോന്നിനെ തിരിച്ചറിയില്ലാത്ത ഒരു രോഗം മനുഷ്യന്മാർക്ക് അടുത്ത കാലത്ത് പിടിപെടുന്നുണ്ട്. എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, സാധനങ്ങളൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു രോഗം. അപ്പോഴാണ് ഈ തിരിച്ചറിവിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ തിരിച്ചറിവിനുള്ള കഴിവ് മനുഷ്യ മനസ്സിന്, ആദമിന് കൊടുത്തു പറഞ്ഞാൽ മനുഷ്യ മനസ്സിന് കൊടുത്തു. അത് ഒന്നാമത്തെ കഴിവാണ്. ഏറ്റവും വലിയ ആ ഒരു അള്ളാഹുവിന്റെ കാരുണ്യമാണ് ആ തിരിച്ചറിവുള്ള കഴിവ് കൊടുത്തത്. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിയാൻ കഴിവെടുത്തിട്ടാണല്ലോ എല്ലാ നഫ്സിനെയും വിളിച്ചത്. ആദമിന്റെ മുതുകിൽ തടകിയ സംഗതികളൊക്കെ എന്ന് പറയുന്നുണ്ട്. അതൊരു പ്രത്യേകമായ ഒരു ചിത്രീകരണത്തിലൂടെ കാണിക്കുകയാണ്. വഇദാ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം. ആദമിന്റെ മുതുകിൽ തടകി എന്നൊക്കെ പറയുന്നത് ഒരു പ്രതീകാത്മകമായ ഒരു ചിത്രീകരണത്തിന്റെ ഭാഗമാണ്. അറബി ഭാഷ അറിയുന്നവർക്ക് അതറിയാം. അതായത് അതിന്റെ സത്യ ഇതാണ്, എല്ലാ ആത്മാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജരാക്കി. എന്നിട്ട് അതിന് തിരിച്ചറിവുണ്ട്. എന്ത് തിരിച്ചറിവാണ്? ഞങ്ങള് സൃഷ്ടികളാണ്, ഞങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട് എന്ന ഒരു തിരിച്ചറിവ്. അതിനൊരു കഥയോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം പറയണ്ടായി. ആദം വിവരം കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യാത്മാക്കളോട് ചോദിച്ചു വരും. അതൊരു കഥയാണ്. എത്രമാത്രം ഓതന്റിക് ആണെന്ന് അറിയില്ല, എങ്കിലും രസകരമായ കഥയാണ്. എല്ലാ ആത്മാക്കളോടും ചോദിച്ചു, നിങ്ങൾ ആരാണ്, ഞാൻ ആരാണ്? അപ്പോൾ നീ തന്നെ, ഞങ്ങൾ തന്നെ എന്ന ഒരു തരത്തിലുള്ള മറുപടിയാണ് മനുഷ്യനിൽ നിന്ന് ഉണ്ടായത് എന്നാണ്. അപ്പൊ അല്ലാഹു തആല ആദ്യമായി വിശപ്പ് പിടച്ചു. വിശപ്പ് എന്ന് പറഞ്ഞാൽ പെയിനാണ്, വേദനയാണ്.
വിശപ്പുണ്ടായാലും നമുക്ക് കാന്തലും വേദനയാണ് അനുഭവപ്പെടുന്നത്. ഭക്ഷണം കഴിക്കാതെ പിന്നെ രക്ഷ ഉണ്ടാവില്ല, വിറക്കി കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ വിശപ്പ് പറഞ്ഞപ്പോൾ വിശന്നിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ ആരാണ് രക്ഷിക്കാനുള്ളത് തിരിച്ചറിയുന്നത്? രക്ഷിതാവേ, സൃഷ്ടാവേ, റബ്ബേ എന്ന് മനുഷ്യൻ സംബോധന ചെയ്തു രക്ഷിക്കണം. അപ്പൊ അല്ലാഹു തആല വിശപ്പ് മാറ്റിക്കൊടുത്തു. എന്നിട്ട് അല്ലാഹ് ചോദിച്ചു, അത് ഖുർആനിൽ പറയുന്നുണ്ട്, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ സംരക്ഷകൻ? അപ്പോ അവരെല്ലാം പറഞ്ഞു, ബലാ ഷഹിദിനാ, ഞങ്ങളിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. നഫ്സിനെ സാക്ഷ്യപ്പെടുത്തി. അപ്പോ നഫ്സിന്റെ അടിസ്ഥാന പ്രകൃതം ജ്ഞാനവും വിശ്വാസവുമാണ്. പ്ലെയിനല്ല, തിന്മയല്ല, നന്മ തന്നെയാണ് അടിസ്ഥാന പ്രകൃതം. ഖുർആൻ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഖുർആൻ മാത്രമല്ല, ആദം നബി മുതൽ പറഞ്ഞു പഠിപ്പിക്കപ്പെട്ട സംഗതി എല്ലാ നഫ്സിന്റെയും അടിസ്ഥാന പ്രകൃതം നന്മ തന്നെയാണ്. അപ്പൊ നന്മയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്, അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹദാ ഗാഫിലീൻ. നിങ്ങൾ ദുനിയാവിലൊരു ജീവിതത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി നിങ്ങളെ നഫ്സിനെ കൊണ്ട് ഞാൻ സാക്ഷ്യം വഹിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭൂമിയിൽ ജനിച്ചു വന്ന എല്ലാ മനുഷ്യരും ഏകനായ ഒരു സൃഷ്ടാവുണ്ട് എന്ന ജ്ഞാനത്തോടുകൂടി വിശ്വാസത്തോടുകൂടിയാണ് ജനിച്ചത്. ഈമാനുൽ ഫിത്ര എന്നാണ് അതിന് പറയാം. ഇത് 2-3 സംഭവങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്ത്. എല്ലാവരും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തൊരു ഫിത്രന്റെ നേച്ചർ, അതിലാണ് വരുന്നത്. ഒരു യുദ്ധത്തില് സഹാബാക്കള് കുറച്ച് അതിര് കടന്ന് പ്രവർത്തിച്ചു ചില ആളുകൾ. അതായത് മുശ്രിക്കുകളുടെ സന്താനങ്ങളെ, കുട്ടികളെ കൊന്നുകളഞ്ഞു. യുദ്ധത്തിൽ പെണ്ണുങ്ങളെയും കുട്ടികളെയും കൊല്ലാൻ പാടില്ല എന്ന് റസൂൽ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ചില ആളുകൾ കുട്ടികളെ കൊന്നുകളഞ്ഞു. കുട്ടികളെ കൊന്നപ്പോൾ റസൂൽ വിവരം അറിഞ്ഞിട്ട് വളരെ അസ്വസ്ഥനായിട്ട് ചോദിച്ചു, നിങ്ങൾ ആ കുട്ടികളെ കൊന്നു, എന്ത് മനുഷ്യന്മാർ, എന്താണ് നിങ്ങൾക്ക് പറ്റിപ്പോയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സഹാബി പറഞ്ഞു, അവരൊക്കെ മുശ്രിക്കുകളുടെ മക്കളല്ലേ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ തിരിഞ്ഞു ചോദിച്ചു, അല്ല, നിങ്ങൾ ഈ കാണുന്ന പ്രഗത്ഭന്മാരായ ഈ ആളുകളൊക്കെ മുശ്രിക്കുകളുടെ മക്കൾ തന്നെ ആയിരുന്നില്ലേ? വലിയൊരു ചോദ്യം. അബൂബക്കർ ആയാലും ഉമറായാലും ഉസ്മാനായാലും അലി ആയാലും എല്ലാവരും മുശ്രിക്കുകളുടെ മക്കൾ തന്നെയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ മൂത്താപ്പാപ്പമാരുള്ള ആളുകൾ തന്നെ കഅബയിലെ ബിംബങ്ങൾ ആരാധിക്കുന്ന ആളുകൾ, അവരൊക്കെ മുശ്രിക്കുകൾ. പക്ഷെ എല്ലാവരും മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ അവന്റെ മാതാപിതാക്കളാണ് ജൂതനോ ക്രിസ്ത്യാനിയോ മജൂസിയോ ഒക്കെ ആക്കുന്നത്. അല്ലാഹു മുസ്ലിമായിട്ടല്ലാതെ ജനിപ്പിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാ നഫ്സിനും ഇതുണ്ട് അടിസ്ഥാനപരമായി. ഈ കാര്യം പറയാൻ അള്ളാഹുവിനും റസൂലിനും യാതൊരു ജാള്യതയില്ലാത്തതുകൊണ്ട് കൃത്യമായോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. എല്ലാ ആളുകളും അവനവൻ ഒരു സൃഷ്ടിയാണ് എന്നും അവനൊരു സൃഷ്ടാവുണ്ട് എന്നും അത് ഏകനാണ് എന്ന അടിസ്ഥാന പ്രകൃതത്തോടു കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നും. അപ്പൊ ഈ അടിസ്ഥാന പ്രകൃതത്തിൽ നിലകൊള്ളുന്നവനെ അവിടെ നിലനിർത്തുക. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുക. വമൻ യുമിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. ഈമാനുൽ ഫിത്ര, പ്രകൃത വിശ്വാസത്തിൽ ഊന്നുന്നവനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വസാദതുഹും ഈമാന, ഈമാൻ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. അവിടെ അവനെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. അതല്ല, അതിനെ നിഷേധിക്കുന്നവനെ വമൻ ഗഫറ ബിൽ ഈമാൻ വമൻ യക്ഫുർ ബിൽ ഈമാൻ എന്ന് പറയും. പ്രകൃത വിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ട് ഭൗതിക ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനെ നുവല്ലിഹി മാ തവല്ല, അവൻ ഉദ്ദേശിച്ച വഴിയിലേക്ക് തിരിച്ചുവിടും. യുളില്ലുല്ലാഹു മൻ യശാ യുളില്ലുല്ലാഹു ളാലിമീൻ വല്ലാഹു ലാ യഹ്ദി ഖൗമൽ ഫാസിഖീൻ ളാലിമീൻ എന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പറയുന്നു. ഹിദായത്ത് നൽകണതും അള്ളയാണ്, ലലാലിയത്ത് നൽകണതും അള്ളയാണ്. അപ്പൊ അവിടെ അള്ളാഹ് ഒരു കണ്ടീഷൻ പറഞ്ഞു, വയഹ്ദി ഇലൈഹി മൻ യുനീബ് വയഹ്ദി ഇലൈഹി മൻ അനാബ്. അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്ന് പറഞ്ഞാൽ അവനിലേക്ക് എപ്പോഴും ശക്തിക്ക് വേണ്ടി മടങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തും. അല്ലാത്തവരെ വിശ്വാസത്തിന് അവരെന്താണ് തീരുമാനിച്ചത് അങ്ങോട്ട്. അപ്പൊ അവിടെ വമൻ ശാഅൽ യുമിൻ വമൻ ശാഅൽ യക്ഫുർ. ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവന് നിഷേധിക്കാം. അപ്പൊ വിശ്വാസ സ്വാതന്ത്ര്യമാണുള്ളത്. വിശ്വാസം ശരീരവുമായിട്ടല്ല, മനസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മനസ്സിന്റെ വിശ്വാസം അനുസരിച്ച് ശരീരം ആക്ട് ചെയ്യും. മനസ്സിന്റെ വിശ്വാസം അനുസരിച്ച് അവന്റെ റൂഹ് ശരീരം പ്രകാശപൂരിതമാകുകയോ മങ്ങിക്കളയുകയോ ചെയ്യും. നിരന്തരമായി അടിസ്ഥാന പ്രകൃതമായ സത്യവിശ്വാസത്തെ നിഷേധിക്കുന്നവൻ,
അത്തരം ആളുകളുടെ ഖത്തമല്ലാഹു അലാ ഖുലൂബി സീൽ വെക്കും. അക്കിന്നത്തിൻ അലാ ഖുലൂബി എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ അങ്ങോട്ട് ആത്മാവിന്റെ പ്രകാശം അവിടെ എത്തൂല. ഏറ്റവും താഴെയുള്ള നഫ്സിൽ അമ്മാറ, അതായത് ലോവർ സൈക്ക്, താഴേക്കിടയിലുള്ള മോശമായ അധമ മനസ്സിന്റെ സ്വഭാവം. ഈ അധമ മനസ്സിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത് മാത്രം വിശ്വസിക്കുക. സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ കാണാത്തതിൽ വിശ്വസിക്കുക. അപ്പൊ നമ്മൾ ആ വിശ്വാസത്തിന്റെ ഒരു തുലന നമുക്ക് പറ്റും. നമ്മളിൽ അധികം ആളുകൾ കണ്ടതിലേ വിശ്വസിക്കുള്ളൂ, കാണാത്തതിൽ വിശ്വസിക്കുന്നത് വളരെ ചുരുക്കമാണ്. കാരണം ഗൈബിൽ വിശ്വസിച്ചാലേ കാര്യം നടക്കുന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സംഗതി നടക്കണമെങ്കിൽ പണമുണ്ടോ, സംഭവമുണ്ടോ, കാര്യമുണ്ടോ, എല്ലാം കാണണം. കണ്ടതിൽ വിശ്വസിക്കുന്നതിന്റെ ആവശ്യമില്ലല്ലോ, വിശ്വസിക്കേണ്ടല്ലോ, കണ്ടത് തന്നെയാണ് എന്റെ. അപ്പൊ കാണാത്തതിൽ യുമിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു തആല മാർഗദർശനം നൽകുന്നത്. അല്ലാത്തവരെ ഈമാനിൽ ഫിത്ര കൊണ്ട് കുറെ കാലം കൊണ്ട് പോകും, അവർക്ക് നിശ്ചയിച്ച. അപ്പൊ ഈ ഒരു സംഗതി ഈമാൻ ശരിക്കും നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകണം. വദക്കുറുല്ലാഹ കസീറ ലഅല്ലകും തുഫ്ലിഹൂൻ. ധാരാളമായി അള്ളാഹുവിനെ സ്മരിച്ചാലേ ഈമാൻ നിലനിൽക്കുള്ളൂ. ഈമാൻ നിലനിന്നാലേ വിജ്ഞാനം വർദ്ധിക്കൂ. വിജ്ഞാനം വർദ്ധിച്ചു കഴിഞ്ഞാലേ ആത്മധൈര്യം ഉണ്ടാവും, പ്രവർത്തനത്തിന് പ്രചോദനം ഉണ്ടാവുള്ളൂ, കഴിവുണ്ടാവുള്ളൂ. അല്ലെങ്കിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് പാഴായി പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർബന്ധിച്ച് നിർദ്ദേശിക്കുന്നത് സത്യവിശ്വാസി ആയി കഴിഞ്ഞാൽ, അല്ലാത്തതിന് നിർബന്ധമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ജനങ്ങളെ ഒന്നടങ്കം സൃഷ്ടിച്ച് എല്ലാവർക്കും വിജ്ഞാനവും വിശ്വാസവും കൊടുത്തിട്ട് ഇതൊക്കെയാണ് സംഭവം, നിങ്ങളെ ഞാൻ പടച്ചതാണ്, നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലത്തെ ജീവിതം ഭൂമിയിലുണ്ട്. അതായത് വല ദാറുൽ ആഖിറത്തുൽ ലഹിയൽ ഹയവാൻ ലകാനു യഅലമൂൻ. അതായത് അനന്തമായ ഒരു ലോകമുണ്ട്, ജീവിതത്തിലെ എന്നെന്നും ശേഷിച്ചിരിക്കുന്ന പരലോകം. ആത്മാവിന്റെ ലോകം എന്ന കാലം ആത്മാവിന്റെ മാത്രം ലോകമല്ല, അവിടെ ആത്മാവും ഉണ്ടാവും, ശരീരവും ഉണ്ടാവും. അത് ഭൗതികവും ആത്മീയവും കൂടെ ചേർന്നിട്ടുള്ളത് തന്നെയാണ്. വെറും ആത്മീയമായ ഒരു അനുഭൂതി മാത്രമല്ല, അവിടെ ശരിക്കും വ്യക്തമായി തന്നെ ഈ ദുനിയാവിൽ തന്നെ ജീവിക്കുന്നത് പോലെ തന്നെ കുറച്ചുകൂടി ഒരു ഹൈ ലെവൽ ജീവിതമായിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ജീവിതമാണ് വലിയ ജീവിതം. അതിനൊരു മുന്നോടിയാണ് ഈ ചെറിയ ജീവിതം. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊരു ലഹവും ലഹുവാണ്, ഒരു ചെറിയ കളിത്തമാശ പോലെയാണ്. ഇത് വളരെ ഗൗരവപൂർണമായി കയ്യിലെടുത്തിട്ട് ഇവിടെയുള്ള വിഭവങ്ങൾ മതിവരുവോളം ആസ്വദിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും. അതേസമയം മറ്റിടത്തേക്കുള്ള ഒരു വിജയത്തിന്റെ പാത ഒരുക്കുന്നതിന് ഈ വിഭവങ്ങൾ മാന്യമായി പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്തു. ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവന് നിഷേധിക്കുകയും ചെയ്യാം. ഇന്ന അഅ്തദിനാ ലിസ്സാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വയസ്തഗീസു യഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വജൂഹും ബിസശ്ശറാബ് സഅത് മർതബ. നിഷേധിക്കുന്നതെന്ന് പറഞ്ഞ ക്രമമല്ല, ക്രമം, പ്രപഞ്ചത്തിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവന്റെ സൃഷ്ടാവ്, സൃഷ്ടി, അതിന്റെ സംവിധാനങ്ങൾ, അതിന്റെ ഇസ്ലാമാകുക എന്ന് പറഞ്ഞാൽ ആ ക്രമത്തിലേക്ക് പോവാം. ക്രമം തെറ്റിച്ചാൽ ലാലിമായി, അക്രമിയായി, കുഫർ. അള്ളാഹുവിനെ നിഷേധിക്കുന്നത് ക്രമം തെറ്റിക്കലാണ്. അള്ളാഹുവിനോടൊപ്പം വേറൊരു പടച്ചവനുണ്ട് എന്ന് വിചാരിക്കല് അതും നിഷേധം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദൈവനിഷേധി പോലും ഒരിക്കലും പറയില്ല ഞാനാണ് എന്റെ പടച്ചവൻ എന്ന് പറയാറില്ല. കൂടിയാലും പറയും എന്റെ മാതാപിതാക്കളാണ്. പക്ഷെ മാതാപിതാക്കൾ പുതിയ സൃഷ്ടിക്ക് ഹേതുക്കൾ മാത്രമാണ് എന്ന് ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവുന്ന സംഗതിയാണ്. മാതാപിതാക്കൾക്ക് ആരെയും സൃഷ്ടിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ആ മാതാപിതാക്കളെ സൃഷ്ടിച്ചാരെന്ന് അന്വേഷിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ ആധുനിക ചിന്താഗതി നഫ്സിനെ കുറിച്ച്, മനസ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ സൈക്കിനെ കുറിച്ച് ആധുനിക ചിന്താഗതി യഥാർത്ഥത്തിൽ പൊട്ടത്തനാണ്, നേരെയുള്ളതല്ല. ലോകത്തെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ PhD കൊടുക്കുന്നത് പോലും ഈ പൊട്ടത്തനത്തെ ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ ലോക ജനത ഏത് തരത്തിലാണ് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നഫ്സിൽ നന്മയില്ല തിന്മയില്ല പ്ലെയിനാണ് എന്ന് പറയുന്നതിനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൈക്കോളജിയിൽ PhD ഉള്ളത്. ഇത് പറയുന്നതിന് വളരെ കുറഞ്ഞ വല്ല അറബ് ഗൾഫ് നാടുകളിലോ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് ഈ സംഗതി പറഞ്ഞാൽ ഒരു PhD കിട്ടുക. അപ്പൊ ലോകത്തെ നയിക്കുന്ന ആളുകളുടെ അടിസ്ഥാനപരമായ ചിന്താഗതി തന്നെ ഈ പ്രകൃതിക്ക് വിരുദ്ധമാണ്. അപ്പൊ ഈ പ്രകൃതിക്ക് വിരുദ്ധമായ ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം നിലയിൽ പടച്ചവൻ അംഗീകരിച്ചില്ലെങ്കിൽ സ്വയം പടച്ചവനാവണം, അല്ലെങ്കിൽ വേറെ ആളെ പടച്ചവനാക്കണം. രണ്ടായാലും ശിർക്കും കുഫ്റും ഒക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും വരാതിരിക്കാൻ ഹനീഫ, അതായത് ഇർജുമാനസനായി നിന്റെ മുഖത്ത് നീ ദീനിലേക്ക് തിരിച്ചു നിർത്തുക. ഇവിടെ ദീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു കാണിച്ചെന്ന മാർഗം, അതായത് ആത്യന്തികമായി അള്ളാഹുവിലേക്ക് തിരിച്ചു നിർത്തുക. ഫിത്രത്തല്ലാഹ് രണ്ട് തരത്തിൽ അർത്ഥം പറയാം. അത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ ഫിത്രത്തല്ലാഹി ഫത്രന്നാസ അലൈഹ, ഏതൊരു പ്രകൃതത്തിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചുവോ ആ പ്രകൃതത്തിൽ തിരിച്ചെടുക്കുക.
ഒന്ന് കട്ടി തർക്കം പറഞ്ഞാൽ ഫിത്രത്തല്ല, അള്ളാഹുവിന്റെ ഫിത്രത്തിലേക്ക് തിരിച്ചെടുക്കുക. ലേശം ഗൗരവമാണ് വിഷയം. അള്ളാഹുവിന്റെ സ്വഭാവത്തിലേക്ക്, അള്ളാഹുവിന്റെ അടിസ്ഥാന പ്രകൃതത്തിലേക്ക്, അതായത് അങ്ങനെയും പറയാം, തഖല്ലുഖു ബി അഖ്ലാഖില്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ സ്വഭാവ രൂപീകരണം നടത്തുമ്പോൾ അള്ളാഹുവിന്റെ സ്വഭാവം രൂപീകരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വഭാവമാണ് കാരുണ്യം, സ്നേഹം, ദയ, ഹൃദയവിശാലത, പരസ്പരം എല്ലാവരും നന്ദി. ഇതൊക്കെ അള്ളാഹുവിന്റെ സ്വഭാവമാണ്. അസ്മാഉൽ ഹുസ്ന എടുത്തങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിന്റെ സ്വഭാവ വിശേഷങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരിക്കണം. നിങ്ങൾ ആ സ്വഭാവം ആർജിക്കാൻ ശ്രമിക്കണം. അപ്പൊ ഖുർആൻ പറയുന്ന ഫിത്രത്തല്ല, അള്ളാഹുവിന്റെ ഫിത്ര, ആ ഫിത്രയിലാണ് അല്ലത്തി, ആ ഫിത്ര എങ്ങനെയുള്ള ഫിത്രയാണ്? ഫത്തറൻ നാസ് അലൈഹ, ജനങ്ങൾക്ക് നൽകിയ ഫിത്രയും അത് തന്നെയാണ്. ബൈബിളിൽ ഒരു വാചകമുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാര് അതുപോലൊരു ഹദീസുണ്ട്. പക്ഷെ ഇസ്ലാമിക പണ്ഡിതന്മാര് പടച്ചോനെയും നബിയൊക്കെ രക്ഷിക്കാനുള്ളത് കൊണ്ട് അത് തെറ്റായിട്ടാണ് മലയാളത്തിൽ എഴുതുക. അതായത് ദൈവം അവന്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ബൈബിളിലെ വാചകം. അതേപോലെ ഒരു ഹദീസുണ്ട്. അവര് പണ്ഡിതന്മാർ എഴുതുന്ന ദൈവം പടച്ചവൻ അള്ളാഹു മനുഷ്യന്റെ രൂപത്തിൽ അവനെ പടച്ചു. ഹൂ എന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ ലമീറുണ്ട്. അത് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് മടക്കിക്കളയാം. ശരിക്കും അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രൂപം എന്ന് പറയുമ്പോൾ ഷെയ്പ്പല്ല, അതങ്ങനെ തന്നെ. ഏറ്റവും ഉന്നതമായ സൃഷ്ടിപ്പ് മനുഷ്യന് കൊടുത്തപ്പോൾ അള്ളാഹുവിനുള്ള ഏറ്റവും ഉന്നതമായ സിഫത്തുകൾ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു പ്രതീതിയാക്കി എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്കിങ്ങനെ കാണുന്ന, ഇങ്ങനെ മഴ വരുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം കാണും. അതുപോലെ തന്നെ നമ്മൾ ഒരാളിനോട് നന്ദി കാണിക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം കാണും. ഒരു വിശന്നവന് ഭക്ഷണം കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം. അത് നമ്മുടെ സ്വന്തമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ നിക്ഷേപിച്ചതാണ്. നമ്മുടെ ഇബ്രാഹിം പറഞ്ഞ കുട്ടിക്ക് മരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലെടുത്തപ്പോൾ ഇങ്ങനെ കണ്ണുനീർ ധാരധാരയായി കണ്ണുനീര് വഴിക്കുന്നു. അപ്പൊ മരണത്തെക്കുറിച്ച് ഒരുപാട് പറയുന്ന ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുട്ടി മരിച്ചപ്പോ ഇങ്ങനെ മടമട കരയുന്നുണ്ടല്ലോ. എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങും കരയുകയാണോ എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം എന്റെ കരളിന്റെ കഷ്ണമാണ്, അവന് വേണ്ടി അള്ളാഹുവിന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച കാരുണ്യത്തിന്റെ ബഹിസ്ഫുരണമാണ്, ഇതില്ലാത്തവൻ മനുഷ്യനാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ, വേണ്ടപ്പെട്ടവര് നാട്ടിൽ നിന്ന് പോകുമ്പോൾ, വേണ്ട രണ്ട് സുഹൃത്തുക്കൾ ഒരുപാട് കാലം കണ്ടിട്ട് പിരിയുമ്പോൾ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും. അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കണ്ണ് നനഞ്ഞു പോകും. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് നനഞ്ഞ കണ്ണുകൾ നരകം തൊടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ദ്വാരക്കുമ്പോ, നമസ്കരിക്കുമ്പോ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോ വജിലത്ത് ഖുലൂബുഹും, ഹൃദയം തരളിതമായി പോയി കണ്ണുകൾ നിറഞ്ഞു പോവുകയും ചെയ്യുന്നു. അത് കാരുണ്യമാണ്. ഈ കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിക്ഷേപിച്ചിരിക്കുന്നു, നമ്മുടേതല്ല, അള്ളാഹുവിന്റേതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അത് പറഞ്ഞു തന്ന മുഹമ്മദ് റസൂലുള്ളയാണ് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അത് ഞാൻ ഉണ്ടാക്കിയതല്ല എന്നുള്ളതാണ്. അപ്പോ നിന്റെ മുഖത്ത് നീ അങ്ങോട്ട് നേരടിച്ച് നിർത്തുക. എന്നിട്ട് അതാണ് അള്ളാഹുവിന്റെ പ്രകൃതി, സൃഷ്ടിപ്രകൃതിയെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. കുറെ ആളുകൾ എല്ലാവരും കൂടെ പ്രസ്താവന ഇറക്കണേ, ഇതൊന്നും അങ്ങനെയൊന്നുമല്ല നമ്മൾ പഠിച്ചു, അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ആരെങ്കിലും നിഷേധിച്ചാൽ ഇല്ലാതാവുന്നതല്ല ഇൽമും ഈമാനും പരലോകവും. അല്ലാഹ് ക്ലിയറായി പറഞ്ഞു. ഈ മനുഷ്യൻ ഇവിടെ കടന്ന് എന്തൊക്കെ കളി കളിക്കുന്നു. ഈ ഭൂമി തന്നെ ഈ പ്രപഞ്ചത്തിൽ എത്രയുണ്ട്? അറിയപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ ഒരു ചിത്രം വരയ്ക്കാൻ പോയാൽ സൗരയൂഥത്തിനെ ഒരു സൂചി കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത അത്ര ചെറുതാണ് സൗരയൂഥം. ഈ സൗരയൂഥത്തിലുള്ള ഒരു അംഗമാണ് ഭൂമി. ആ ഭൂമിയിൽ കേരളത്തിൽ കോഴിക്കോട്ട് പട്ടണത്തിൽ വീട്ടിൽ നമ്മളൊരു ഇത്ര ചെറിയ മനുഷ്യനാ. അതുപോലെ ലോകത്തെല്ലാ മനുഷ്യന്മാരും അല്ല ഇല്ലെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പരലോകം ഇല്ലെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിഷേധിച്ചിടന്നു. പടച്ചവൻ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹുവിന്റെ ഈ പ്രകൃതത്തെ, സൃഷ്ടിപ്രകൃതത്തെ മാറ്റാനും ആർക്കും സാധ്യമല്ല. ദാലിക ദീനുൽ ഖയ്യിം, വക്രതയില്ലാത്ത ദീൻ അതാണ്. നിന്റെ മുഖത്ത് നീ അങ്ങോട്ട് തന്നെ തിരിച്ചു നിർത്തണം. വലാകിന്ന അക്സറന്നാസിലായാലും ഒരു വിവരം കൂടെ അല്ല പറയാം. പക്ഷെ ജനങ്ങൾക്ക് അധികം ആളുകൾക്കും ഇതിനെ സംബന്ധിച്ച് വിവരമില്ല, മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. മുനീബീന ഇലൈഹി, അള്ളാഹുവിലേക്ക് ഇങ്ങനെ മടങ്ങിക്കൊണ്ടേയിരിക്കണം. വത്തഖൂഹു, അവനിൽ സൂക്ഷ്മത പുലർത്തണം. വഖീമുസ് സ്വലാത്ത, എന്തിനാണ് ഈ ദീനിൽ തിരിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങൾ പറയാം. എപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഈമാൻ നിലനിൽക്കൂ, അല്ലെങ്കിൽ ഈമാൻ ചാടിപ്പോയിക്കാളും, വിജ്ഞാനം തകർന്നു പോയിക്കളും. എന്നിട്ട് അത് നിലനിർത്താൻ ഇഖാമത്തുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തണം. വലാ തകൂനൂ മിനൽ മുശ്രികീൻ, ബഹുദൈവ ആരാധകരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുതേ. അതിന് അവരെ കുറിച്ച് പറയണം. മിനല്ലദീന
ഫർറഖൂ ദീനഹും വകാനൂ ശിയഅൻ. ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് വിവിധ കക്ഷികളായി പിരിഞ്ഞ് കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫർഹൂൻ. ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ളതാണ് ഉത്തമമെന്നുള്ള സന്തോഷത്തിൽ നടക്കുന്ന ബഹുദൈവാരാധകരുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുതേ. മനുഷ്യന് വേറൊരു സ്വഭാവമുണ്ട്. ഇദാ മസ്സന്നാസ ദർറുൻ ദഉ റബ്ബഹും മുനീബീന ഇലൈഹി തുമ്മ ഇദാ അദഖനാഹും മിൻഹു റഹ്മതൻ ഇദാ ഫരീഖും മിൻഹും ബിറബ്ബിഹിം യുശ്രികൂൻ. മനുഷ്യന് എന്തെങ്കിലും ഒരു ദുഃഖമോ വ്യസനോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ ബാധിച്ചാൽ വലിയ ദുആ, നീണ്ട പ്രാർത്ഥനക്കാരനായി എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഞാനൊരു അനുഗ്രഹം അവന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ പേര്, അതിൽ നിന്ന് കുറേ പേര് മുശ്രിക്കുകളായി ബഹുദൈവ ചിന്തകരായി പോകുന്നത്. ഇവിടുത്തെ ശിർക്ക് നമ്മളെ മെടുക്കൊണ്ട് ചെയ്തതാണ് എന്ന ധാരണയിലങ്ങ് പിരിഞ്ഞു പോകുന്ന. അല്ലോ രക്ഷിക്കണേ, പടച്ചോനെ, നിവർത്തിയില്ലേ, നീ അല്ലാതൊന്നുമില്ലേ, രഹസ്യവും പരസ്യമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ആ ബുദ്ധിമുട്ടൊക്കെ മാറ്റി കുറച്ച് പൈസയും സംവിധാനം സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഞാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഉണ്ടല്ലോ, അയാൾ ലണ്ടനിൽ നിന്ന് പറന്ന് വന്നതുകൊണ്ട് എന്റെ ഇന്ന രോഗം കണ്ടുപിടിച്ചിട്ട് അത് മാറ്റി നിന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ 4 ആളെ വിളിച്ച് ഭയങ്കരമായ ഒരു സദ്യ, അതിന് ഞാൻ ഒരു വലിയ നോട്ടീസ് അടിച്ചിറക്കി പുട്ട് കടല അത് ഇത് കൊണ്ടെന്ന് അടിച്ചിറക്കി ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നന്ദി കാണിക്കൽ അതല്ല. എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം കിട്ടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ചെലവഴിക്കുന്ന മാർഗങ്ങളിൽ മാത്രം ചെലവഴിക്കുക. അല്ലാതെ പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് അനുഗ്രഹത്തിന് നന്ദി കേട് കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്യുന്നു. അതായത് ലിയഗ്ഫിറൂ ബിമാ ആതൈനാഹും ഫതമത്തഉ ഫതഅലമൂന. അവർക്ക് നൽകിയ അനുഗ്രഹത്തെ നിഷേധിക്കുകയാണ് അവർ ഇതുവഴി ചെയ്യുന്നത്. സുഖിച്ചോടോ കുറച്ചു നേരം, ഫസൗഫ തഅലമൂൻ, നിങ്ങൾ കാര്യം യഥാർത്ഥത്തിൽ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ആരാണ് എപ്പോഴാണ് നിന്നെ എങ്ങനെയാണ് സഹായിച്ച് നീ രക്ഷപ്പെട്ടത് എന്ന് നല്ലോണം അറിയണ ഒരുത്തൻ ഇവിടെ ഉണ്ട്. അതിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഗൈബാണ്. പക്ഷേ ഞാൻ പറഞ്ഞു തരികയാണ്, കണ്ടതിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രസക്തവും നിസാരവുമാണ്. പക്ഷേ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അതായത് അതിന് ഒരു തെളിവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്തതാണ്. അള്ളയാണ് എല്ലാം ചെയ്യുന്നതെന്ന് എല്ലാവരെയും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഒരു പ്രവാചകനും ഒരു വേദഗ്രന്ഥവും വേണ്ടാതെ അള്ളാഹു ആത്മാക്കളെ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കും, ഞാൻ നിന്നെ പടച്ചില്ലേ, അന്ന് നിന്നെ ഹാജരാക്കിയില്ലേ, അപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചില്ലേ, വിവരം നിനക്ക് തന്നില്ലേ, അപ്പോൾ ഈ മറ അങ്ങ് മാറിപ്പോകും. ഇപ്പൊ മറയിട്ടിരിക്കുന്നത് പരീക്ഷണത്തിന് വേണ്ടിയാ. ഈ മറ അങ്ങ് മാറിയിട്ട് എല്ലാവരും നിസ്സഹാരായി നിൽക്കും. അവിടെ പ്രവാചകന്മാരും വേണ്ട, വേദഗ്രന്ഥങ്ങളും വേണ്ട, മറ്റൊന്നും ആവശ്യമില്ല. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാകാരുണ്യവാനായതുകൊണ്ട് ഓരോരുത്തരുടെയും തെറ്റ് അവനവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവന്റെ അമലൊക്കെ അവിടെ ഹാജരാക്കാൻ. ഓളിയൽ കിതാബ വതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ. എല്ലാം അവിടെ ഇങ്ങനെ ഹാജരാക്കി വെക്കും. എന്നിട്ട് വജീഅ ബിൻ നബീന വശുഹദാ, പ്രവാചകന്മാരെയും അതുപോലെ സാക്ഷികളെയും അവിടെ ഹാജരാക്കിയിട്ട് ഓരോരുത്തരും പറയും. അതായത് അവർ മനസ്സിലാക്കും, എനിക്ക് ഇത്ര തന്നു, ഞാൻ ഇന്നതൊക്കെ കാണിച്ചു, ഞാൻ ഒരിക്കലും തൗബയോടെ അള്ളാഹുവിന്റെ അടുത്ത് മടങ്ങിയിരുന്നില്ല. അതിന്റെ അനന്തരഫലമാണ് അവനത്തനെ നാശമേ എന്ന് വിളിക്കും. ഒരു നാശത്തിന് വേണ്ടി വിളിക്കണ്ട, 1000 നാശങ്ങൾക്ക് വേണ്ടി നീ വിളിച്ചു പോയിക്കൊള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ വരും. വരുന്നതിന് മുമ്പ് ദുന്യാവ് തൽക്കാലമാണ്. ഇവിടെ നിനക്ക് വിഭവങ്ങളും ആർഭാടങ്ങളും അതൊരു സംഗതികളെ കൊണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മുഖം തിരിച്ചു നിർത്തുമ്പോൾ നിന്റെ ഈമാനെ ശക്തിപ്പെടുത്തും, നിന്റെ വിജ്ഞാനം വർദ്ധിപ്പിക്കും, നേർവഴി കാണിച്ചു തരും, ശാന്തമായി നിനക്ക് ദുന്യാവിലെ ജീവൻ തരും, ശാന്തമായി നിന്നെ മരിപ്പിക്കും, വളരെ പ്രകാശപൂരിതമായ ഖബറിടമുണ്ടാക്കും, ശാന്തമായ മഹ്ശറുണ്ടാക്കും, ഉന്നതമായ സ്വർഗശോഭാനത്തിൽ നിന്നെ ഞാൻ പ്രവേശിപ്പിക്കും. ഇങ്ങനെ അടിക്കടി ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നു. ഇതെങ്ങാനും ആരെങ്കിലും നിഷേധിച്ചാൽ പൊയ്ക്കോട്ടെ, അവനെ വിട്ടേക്ക് എന്നാണ്. അവനെ വിട്ടേക്ക്, അവനോട് നിർബന്ധിച്ചൊന്നും പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ കണക്ക് നോക്കാൻ നാം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. മരിച്ചു പരലോകത്തെ എന്നിട്ട് പ്രവാചകന്മാരെ കൊണ്ട് വാഴ പറയിപ്പിക്കുന്ന ഏർപ്പാടല്ല ഇത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ബോധ്യമാണല്ലോ. അള്ളാഹുവിന്റെ റസൂല് 1400 ചില്ലുവാനം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഇതേ സംഗതി തന്നെ ഈസയും മൂസയും ദാവൂദും സുലൈമാനും ഇല്യാസും ആദം മുതൽ പറഞ്ഞു പഠിപ്പിച്ചത്. മനുഷ്യനെ പഠിപ്പിച്ചിട്ട് മനുഷ്യനെ നയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം
തുസിറൂനൽ ഹയാത്തദ് ദുനിയാ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. മുന്നിൽ കണ്ട ഭൗതിക ജീവിതമാണ് നമുക്ക് വലുത്, അതിന്റെ ആർഭാടങ്ങളാണ് വലുത്, അതിന്റെ അനുഭൂതിയാണ് വലുത്. മതി വരുമ്പോൾ ആസ്വദിക്കാൻ പോലും സാധ്യമല്ല. കാരണം ദുനിയാവിൽ എന്താസ്വദിച്ചാലും ഈ ബോഡിക്ക് അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് വീക്കായി പോവും. ആസ്വാദനം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണശൈലിയിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് വീടുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മൾ അവിടെ എത്തൂല എന്ന്. അടുത്തുള്ളവൻ മരിച്ചു പോകുമ്പോഴും നമ്മുടെ ചിന്ത നമ്മൾ മരിക്കൂല എന്നാണ്. പക്ഷെ നമ്മൾ മരിക്കും. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഫിത്രത്ത്, സത്യവിശ്വാസത്തിന്റെ അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ. ആ ഫിത്രത്തിലേക്ക് തിരിഞ്ഞു നിന്ന് ജീവിതത്തിന്റെ വിജയം നേടിയെടുക്കാൻ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅദീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്ദി ലനാ കമാ തനീതനാ സൗലകൽ ഹംദു ഹത്താ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹ്ബാബ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചിരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്ത് റൂമിലെ ചില ആഴ്ചകളാണ് പറഞ്ഞത്. 30-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങുന്നത്. അതിങ്ങനെ പുരോഗമിക്കും തോറും വളരെ രസകരവും വളരെ പ്രാധാന്യമുള്ള ഒരുപാട് സംഗതികൾ അതിൽ വരുന്നുണ്ട്. ജനങ്ങളുടെ ഒരു സാധാരണ സ്വഭാവം പറയാം. നാം ഒരു അനുഗ്രഹം ഒരു മനുഷ്യന് നൽകിയാൽ ഭയങ്കരമായി ആഹ്ലാദിക്കും. അവന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഒരു തിന്മ നാം അവനെ ബാധിപ്പിച്ചാൽ, തിന്മ ബാധിപ്പിക്കുന്നത് അല്ലാഹു തന്നെയാണ്. അതായത് അവന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി തിന്മ അവനെ ബാധിപ്പിച്ചാൽ അവൻ യഖ്നതൂൻ, അതാ നിരാശനാവുന്നത്. ഇപ്പൊ കിട്ടുമ്പോൾ അവിടെ ഉള്ളിച്ചാടും. കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പടച്ചെന്താ എന്നെ നിങ്ങളെ കാട്ടിയത് എന്ന് പറഞ്ഞു. ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകളുടെയും സ്വഭാവ പെരുമാറ്റത്തിൽ പ്രകടമാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ ഭയങ്കര അവിടെ വിളിച്ചു പറഞ്ഞു, ഇവിടെ വിളിച്ചു പറഞ്ഞു, മറ്റടുത്ത് വിളിച്ചു പറഞ്ഞു, മറ്റടുത്ത് വിളിച്ചു പറഞ്ഞു. പോരാത്തതിന് ഇപ്പൊ പുതിയ പുതിയ സുന്നത്തുകൾ ഉണ്ടാക്കാം. ഒരു രോഗം ശിഫയായാൽ, ഒരു സംഗതി ഉണ്ടായാൽ വലിയ വന്തലൊക്കെ കിട്ടി ഒരുപാട് ആളിലേക്ക് വിളിച്ചിട്ട് നോട്ടീസൊക്കെ അടിച്ച് ഭക്ഷണം കൊടുക്കും. ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച സംഗതിയല്ല. ഈ പുതിയ പുതിയ ഏർപ്പാടുകൾ ഉണ്ടാക്കിയാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളാവും, അനുഷ്ഠാനങ്ങൾ ആരാധനകളാവും. പിന്നെ അത് മാറ്റാൻ പറ്റില്ല. നമ്മുടെ വിവാഹ ബന്ധങ്ങളിൽ മേഖലകളിൽ നടക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഈ കോഴിക്കോട് മലബാറിലേക്ക് വന്ന ഒരു 10-30 കൊല്ലം മുമ്പ് ഒരു കല്യാണത്തിന് പോകാനൊരവസരം. വിവാഹത്തിന്റെ അന്ന് പെണ്ണിന്റെ വീട്ടിൽ കുറെ ആളുകൾ പയ്യന്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. ഒരു പ്രത്യേക കാറിൽ കുറച്ച് നേരത്തെ. അപ്പൊ ഞാൻ അത്ഭുതത്തോടെ അന്വേഷിച്ചു നിശ്ചയത്തിന് വന്നത്. അപ്പൊ ഇതുവരെ നിശ്ചയിച്ചില്ലേ, ഇപ്പൊ നിശ്ചയിക്കാൻ പോവാ. എന്തൊരു പൊട്ടന്മാരാണ്, എഞ്ചിനീയറും ഡോക്ടർമാരും എല്ലാവരും ഉണ്ടല്ലേ. നിശ്ചയം എന്ന് പറഞ്ഞ ഒരു സംഗതി വിവാഹത്തിന്റെ അന്ന് രാവിലെ കുറെ കാറുകളിലും കുറെ ആളുകളും ഒക്കെ ആയിട്ടോ അതിന്റെ ഫോട്ടോ എടുക്കും ബഹളം ഉണ്ടാകും. 10-20-30 കൊല്ലം മുമ്പാണ് മലപ്പുറം ജില്ലയിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വിവാഹത്തിന്റെ അന്ന് രാവിലെ നിശ്ചയിക്കാൻ വേണം. അപ്പൊ നമ്മൾ നിശ്ചയം എന്ന മലയാള വാക്കിനൊരു അർത്ഥമുണ്ട്, അതിനോട് അർത്ഥശൂന്യമായി പോവുകയാണ്. നേരത്തെ നിശ്ചയിച്ചിട്ടാണല്ലോ ഇത് കല്യാണം നടന്നത്, അന്ന് രാവിലെ. പിന്നെ ഇങ്ങനെ വിളിക്കാൻ പോണ, എതിരേക്കാൻ പോകുന്ന, ഇതെല്ലാം കൂടി മതിയാക്കിയിട്ടൊരു വറട്ട് കല്യാണം, അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഓരോ സംഗതിയും അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന മാതൃക ഉണ്ട്, ലളിതമായ മാതൃക. പക്ഷെ ഈ ദുന്യാവിന് ഭയങ്കര പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. അന്നേ ദിവസം ആളാവാനുള്ള ശ്രമം നടത്തും. അപ്പൊ അതുകൊണ്ട് വിഭവങ്ങളുടെ വലിയ ഏർപ്പാടുകൾ ഉണ്ടാകും. അത് നാട്ടാറെ മുഴുവൻ അറിയിച്ചെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവും. ഇതൊന്നും ഇതിൽപ്പെട്ടതല്ല. ഇതൊക്കെ ആദ്യമൊക്കെ ചില ആളുകൾ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഹറാമാണ് കുഫ്റാണെന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് പിന്നെ ഞാൻ ചെയ്യുമ്പോൾ അടുത്തവരും ചെയ്യും. അങ്ങനത്തെ പിന്നെ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പാവങ്ങൾ ഇവിടെ വേറെ ഉണ്ട്. പണം തന്നവൻ പണം അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്തിനാ തന്നത്, എന്താ ചെയ്യേണ്ടത് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അതൊന്നും ആലോചിക്കാതെ ഒരുപാട് ആചാരങ്ങൾ അങ്ങനെ ഉണ്ടാകും. ഈ ആചാരങ്ങളെല്ലാം അനുഷ്ഠാനങ്ങളായി.
അടുത്ത തലമുറയ്ക്ക് അത് ആരാധനകളായി. എൻ്റെ ഉപ്പ അങ്ങനെ ചെയ്തിരുന്നു, 4 മക്കൾക്ക് ചെയ്തുകൊണ്ട് 5ാമത്തിന് ചെയ്തില്ലെങ്കിൽ എന്താണ്, വാപ്പ മരിച്ചും പോയി. അങ്ങനെ ഈ അനുഷ്ഠാനങ്ങൾ ആരാധനകളായി അത് അവസാനം കുഫറിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള രീതിയിലാണ് പലരും പോയിട്ടുള്ളത്. ഇപ്പൊ തന്നെ മദ്യം വിളമ്പുന്ന ഒരുപാട് മുസ്ലിം കല്യാണങ്ങളുണ്ട്. വളരെ പ്രമുഖരായ ആളുകൾ പോലും മദ്യം, അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹു ഹറാമാക്കിയ സംഗതി, കുടിക്കണവനും കൊണ്ടുനടക്കണവനും പോകണവനും വരണവനും എടുത്തവനും ഒഴിച്ചവനും ഒക്കെ ശാപം, അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പറഞ്ഞ സമുദായത്തിന്റെ അനുയായികൾ ഇപ്പോ നല്ല വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉടമ്പടി പുതിയ തലമുറയ്ക്ക് വേണ്ടി അവിടെയും ഈ പറഞ്ഞ ഹറാമെല്ലാം ചെയ്യുന്നല്ലോ. ഇതൊന്നും പറഞ്ഞാലോ രക്ഷയില്ലെന്നുള്ളതാണ്. പറഞ്ഞാൽ രക്ഷയില്ല. നിക്കാഹിന്റെ ഖുത്ബയ്ക്ക് ആൾ വിളിക്കാൻ നാടെ പോയിട്ട് ഖുത്ബ പറയും തപ്പോ അല്ലാ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും തപ്പോ എന്തെങ്കിലും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഒരു മാന്യനായ ഒരാളെ പോയി ഖുത്ബ പറയാൻ പോലും പറ്റാത്ത തരത്തിലാണ് യഥാർത്ഥത്തിന്റെ വിവാഹ സദസ്സുകളായിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അല്ലാഹു നമ്മളെ നയിക്കുന്ന വഴിയിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറിപ്പോയാൽ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ അതായത് അവലം യറൗ അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ യഖ്ദിറു ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുമിനൂൻ. വിശ്വസിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭവ വിതരണത്തിൽ കുറച്ചാളുകൾക്ക് കൂട്ടിയും കുറച്ചാളുകൾക്ക് കുറച്ചു കൊടുത്തിട്ട് കാണുന്നില്ലേ? അതെ, അല്ലാഹു തആലക്ക് ഈ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടൊന്നും അല്ല. കിട്ടിയവൻ കിട്ടാത്തവനെ എങ്ങനെ പരിഗണിക്കും, കിട്ടാത്തവൻ മറ്റവനോട് എങ്ങനെ പരിഗണിക്കും എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയിലെ വിഭവങ്ങൾ ഭൂമിയിലെ മൊത്തം മനുഷ്യർക്ക് അവകാശപ്പെട്ടതാണ്. ഞാൻ സമ്പാദിച്ചാണ്, എന്റെ പേരിൽ ഇങ്ങനെ അവിടെ മറ്റേ മുദ്രപത്രത്തിൽ എഴുതി ഒരു ഓഫീസ് ഉണ്ടാക്കി രജിസ്റ്റർ ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കതിന് അവകാശമില്ല. അത് ഇവിടത്തെ ചില ഏർപ്പാടാണ്, എല്ലായിടത്ത് അതിന് അവകാശമില്ല. 15,000 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി കയറ്റിയിട്ട് ബോണക്കാട് എസ്റ്റേറ്റ് അങ്ങ് വെട്ടിപ്പിടിച്ചാൽ അത് അവൻ്റെതാവും, ആവൂലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ ഈ സ്വത്തുക്കൾ ഇവിടെയുള്ള എന്റെ അടിമകളായ വലക്കും ഫിൽ അർളി മുസ്തഖറും മതാഉൻ ഇലാഹീൻ, ഭൂമിയിലെ മനുഷ്യന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ലഭ്യമായവൻ ഫആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബിനിസ് സബീൽ. കിട്ടാത്ത ഒരുപാട് ആളുകളുടെ എണ്ണാണ്ട് അല്ലാണ്ട് പറഞ്ഞു. ഇവിടെ മാത്രമല്ല, അവർക്കൊക്കെ കൊടുക്കണം. അവർക്കൊക്കെ ഹക്കുണ്ട്, ഇതില് അവകാശമുണ്ട്. കൊടുക്കണത് അവന്റെ കടമയാണ്, കർത്തവ്യമാണ്. കൊടുത്തില്ലെങ്കിൽ പിടിക്കും. ഞാൻ 2.5% സക്കാത്ത് കൊടുത്തിരിക്കണ പ്രശ്നം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മുതലാളിക്കും കിടന്നുറങ്ങാൻ അല്ല സമ്മതിക്കുള്ളൂ. നാട്ടിന്റെ ആവശ്യം പരിഗണിച്ച് പാവങ്ങളെ സംരക്ഷിക്കാനുള്ള പണമാണ് ഇവന്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഖുർആൻ എന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കെന്ത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് കാലമായിട്ട് ഇത് പഠിച്ചപ്പോൾ അത് മനസ്സിലാവുന്നത്, ഇവിടെയുള്ള സ്വത്ത് അല്ലാഹുവിൻ്റെതാണ്, ഇവിടെയുള്ള മനുഷ്യർ അല്ലാഹുവിൻ്റെതാണ്. അതുകൊണ്ട് മുഴുവൻ മനുഷ്യർക്കും ജാതി മതഭേദമന്യേ മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്. അതിലൊരു സംശയമൊന്നുമില്ല. അപ്പൊ കിട്ടിയവൻ അത് വെട്ടിപ്പിടിച്ചിട്ട് വലിയ കുബേരകുമാരനായി മുതലാളിയായി ചമഞ്ഞടന്നാൽ പിടിച്ച് ബന്ധിച്ച് നരകത്തിന്റെ മാരടത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളയൂ എന്ന് പറയുന്ന ഒരു രംഗുണ്ടാവും. അങ്ങനെ വരുന്നതിന് മുമ്പ് ഇത് വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജീവിതത്തിന്റെ വിജയം വേണമെങ്കിൽ, ആത്യന്തികമായ സമാധാനം വേണമെങ്കിൽ, ശാന്തി വേണമെങ്കിൽ, ഗൈബിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, വേണ്ട അവനവനോട് അല്പം സ്നേഹമുണ്ടെങ്കിൽ, നാം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, തടിയെയും മനസ്സിനെയും നാശപ്പെടുത്താതെ അനന്തമായ സ്വർഗത്തിലെത്താൻ ഈ കാര്യം ഗൗരവമായി ശ്രദ്ധിച്ചേ പറ്റൂ. അതിന് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർള അൻ അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും നാട്ടാർക്കും സത്യവിശ്വാസികളായ മുഴുവനാളുകൾക്കും പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചു മുന്നേ നിന്നെത്തിയവരുടെ അവരുടെ പ്രകാശപൂരിതങ്ങളായ കബറുകളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗികളായ ഹോസ്പിറ്റലുകളിലുള്ള വീടുകളിലുള്ള ആളുകളുടെ രോഗങ്ങൾ നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ തമ്പുരാനെ. അവരൊക്കെ
പരിചരിക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനവും അതിനുള്ള മനസ്സും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നിന്ന് ഏറ്റവും ഉത്തമമായ അവസ്ഥ വെക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യം നീ സംരക്ഷിക്കണേ തമ്പുരാനെ. സന്താനങ്ങൾ സമ്പത്തുകളിൽ നീ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നിന്റെ ഈ ഖുർആൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും ആത്മാർത്ഥമായി ഉൾക്കൊള്ളാനും സമ്പൂർണ്ണമായി ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരണത്തിന്റെ വേദന ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. ആശ്വാസകരമായ ഒരു മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അനുഗ്രഹപൂർണമായ ഒരു മരണം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ ജീവിതം ഞങ്ങൾക്ക് പ്രകാശപൂരിതമാക്കണേ തമ്പുരാനെ. മഹ്ശറയിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പ്രവാചകന്റെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഒരു തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളെ നിന്റെ സ്വർഗ്ഗസോപാനത്തിൽ ലിഖാ കൊണ്ട് അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കണേ തമ്പുരാനെ. ഇബാദത്തുകളിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ എപ്പോഴും ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർളി യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.